ഹായ് എല്ലാവർക്കും enrouteന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് അഞ്ചുരുളിയിലാണ്. അഞ്ചുരുളി ടണലിൻ്റെ അവിടെയാണുള്ളത്. ഇരട്ടയാറിൽ നിന്ന് ഡാമിലോട്ട് വെള്ളം എത്തിക്കുന്നതാണ് അഞ്ചുരുളി ടണൽ. ഏകദേശം 5 കിലോമീറ്ററുള്ള ഒരു ടണലാണ്. അവിടെ നല്ല സൗണ്ട് ആയതുകൊണ്ടാണ്, അവിടെ വെള്ളം ചാടുന്ന നല്ല സൗണ്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറി ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് നല്ലൊരു വ്യൂ ആണ്. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം, വെള്ളം ചാടുന്നതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഇതിൽ വെള്ളമൊക്കെ കൂടി വരുന്നു. ഈ വെള്ളം ചാടുന്നതിന് നല്ലൊരു വ്യൂ ഉണ്ട്. ഇതിൻ്റെ ഡ്രോൺ ഷൂട്ടെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതെല്ലാം നിങ്ങൾ കാണുക. ആദ്യമായിട്ടായിരിക്കും ഒരു അഞ്ചുരുളിയിലെ ഡ്രോൺ ഷൂട്ട് കാണുന്നത്. കൂടാതെ എവിടെയെല്ലാം താഴത്തെല്ലാം ആൾക്കാർ മീൻ പിടിക്കാൻ ഇരിപ്പുണ്ട്. അതുപോലെ വല കെട്ടിട്ടുണ്ട്. ഇവിടെ നിറയെ വല കെട്ടിട്ടുണ്ട് താഴത്തെല്ലാം. അതുപോലെ നിറയെ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാനായിട്ട് ഇരിപ്പുണ്ട്. ആൾക്കാർ വേണ്ട.
ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ട അഞ്ചുരുളിയിലാണ്. അഞ്ചുരുളി ടണൽ, അതായത് ഇരട്ടിയാറിൽ നിന്ന് നമ്മുടെ വെള്ളം ഡാമിലോട്ട് എത്തിക്കുന്ന അതിൻ്റെ എക്സിറ്റിലാണ് ഉള്ളത്. ഇതാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് അഞ്ചുരുളി. ഇപ്പോൾ എന്തായാലും വെള്ളം കൂടിയിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ വെള്ളം കൂടുതൽ വരുന്നുണ്ട്. സോ ഇതാണ് അഞ്ചുരുളി ടണൽ. ഇത് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് ഈ ടണൽ. ഇരട്ടിയാറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ. സോ കൂടാതെ ഇതിൻ്റെ വെള്ളം ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. ഇവിടെ വെള്ളം കൂടുതൽ വരുന്നുണ്ട്. മഴ പെയ്യുന്നതനുസരിച്ച് അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് എത്തിക്കാനുള്ള വേണ്ടിയാണ്, ഇരട്ടിയാറിലെ വെള്ളം ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. സോ ഇപ്പോൾ അതുകൊണ്ട് ഇറങ്ങി കാണാനൊന്നും പറ്റത്തില്ല. പല വീഡിയോസിലും അതിൻ്റെ അകത്ത് ഇറങ്ങി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങാനുള്ള സെറ്റപ്പൊന്നുമില്ല, കാരണം വെള്ളം കൂടുതലാണ് ഒഴുകുന്നത്.